എന്നുള്ള ഗ്രന്ഥത്തിൽ അതാ കുറിക്കുകയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന. നീ വീട്ടിൽ കിടന്നുറങ്ങിയത് കട്ടിലല്ലേ, ബെഡിലല്ലേ? അതിമനോഹരമായ ബെഡ്ഷീറ്റ് അതിൽ വിരിച്ചിട്ടല്ലേ? പക്ഷേ എത്ര വലിയ കോടീശ്വരനാണെങ്കിലോ, മണിമാളികയിൽ ഉല്ലസിച്ചവനാണെങ്കിലും ഖബറാകുന്ന 6 അടി മണ്ണറയിൽ മണ്ണിലാണ് കിടക്കേണ്ടത്. അതേ തീർന്നില്ല ചിതലും പുഴുക്കൽ തവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. 2-3 ദിവസം കഴിഞ്ഞാലും മാപ്പങ്ങളെ, മുത്തുമമ്മിനിങ്ങളെ, എന്റെയും നിങ്ങളുടെയും ശരീരം ജീർണിച്ചു പോയി, പുഴുക്കൾ വന്നുപോയി. അതാ പുഴുക്കൾ വന്നുകൊണ്ട് ശരീരം ജീർണിച്ച ശരീരത്തിന്റെ മാംസങ്ങളെ കൊത്തിക്കടിച്ച് തിന്നുകയാണ്. പർവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. നിന്റെ പെൺവർണ്ണ കോമളമായ മൃദുലമായ ശരീരമാണ്. അതേ ബ്യൂട്ടി പാർലറിൽ പോയി നല്ല നിലക്ക് മഞ്ചാക്കിയ നിന്റെ മുഖം, ജിമ്മിൽ പോയി നല്ല ഷേപ്പ് വരുത്തിയ നിന്റെ ബോഡി, നിന്റെ ശരീരത്തിന്റെ ഓരോ ഷേപ്പുകൾ എല്ലാം പുഴുക്കൾ തിന്നുകളയുകയാ. അതിനേക്കും ഇഷ്ടമില്ല. ഓ ഉമ്മാപ്പങ്ങളെ, ദുനിയാവിൽ ഭക്ഷണത്തിന് വേണ്ടി, അരിക്ക് വേണ്ടി റേഷൻ കടയിലൂടെ ലൈന് നിന്ന നീ നിന്റെ ശരീരം തിന്നാൽ അതേ ഖബറിലുണ്ടല്ലോ പുഴുക്കൾക്ക് ഇഷ്ടമില്ല, തള്ളലാണത് കൊണ്ടേ. ഊന്തലാണ്. പുഴുക്കൾ ഒന്നിന്റെ പിന്നെ ഒന്ന് നിന്റെ ശരീരത്തിനെ മാന്തി കടിച്ച് തിന്നാൻ വേണ്ടി തള്ളുകയാണ്.